വെൽക്കം വെൽക്കം കോ-ലീഡർ. ബാബു, ഞാൻ ബാബുവിനെ കോ-ലീഡറായിട്ട് പ്രൊമോട്ട് ചെയ്ത്. മൈക്ക് മാറി കിടക്കുവാൻ തോന്നുന്നു കേട്ടോ, അല്ല തൊണ്ട മാറി കിടക്കുവാൻ തോന്നേ. എടാ നമ്മുടെ എടാ വെയിറ്റ് ചെയ്യണ കോ-ലീഡർ വന്നിട്ടുണ്ട്. നമ്മുടെ ബാബു കോ-ലീഡർ വന്നിട്ടുണ്ട്. ബാബു വന്നിട്ട് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാം. അവന്റെ സംസാരം ആദ്യം ഒരു തമിഴ് ടച്ച് ഉണ്ടായിരുന്നു അവന്റെ സംസാരം. ഹലോ ബാബു, ഡ്രസ് ഷോപ്പ് വരെ വരണേ. 24 മണിക്കൂർ TDM മാത്രം മുഞ്ചിക്കൊണ്ടിരിക്കുന്ന കുറെ അമ്മമാരെ ഇവിടെ വളിച്ചു കിടപ്പുണ്ട്. അമ്മമാരെ കാണിച്ചു തരാം പെട്ടെന്ന്. ഇത് വന്ന് ഡ്രസ് നിനക്കറിയല്ലോ. എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ, 3 ദിവസമായ അമ്മമാർക്ക് തല്ലുകൊണ്ടിട്ട്. അവന്മാർ ഇങ്ങോട്ട് വന്ന് അടിച്ചാണ്. അവന്മാരാണ് ഫസ്റ്റ് ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഓക്കെ സീനില്ല. പൊങ്ങിട്ട് ഇവന്മാരെ റോബ് ചെയ്ത് എന്നിട്ട് പോവാം. അല്ല ഇവന്മാരെ റോബ് ചെയ്തിട്ട് വിടാം. കയ്യിലുള്ള എല്ലാം എടുത്തിട്ട് വിട്ടാ മതി. 50 ലക്ഷം എടുക്കാം. ആൾക്ക് 50 വെച്ച് കറക്റ്റ് ഒരാൾ എടുക്കണേ. എല്ലാവരുടെ അടുത്ത് പിന്നെ 5 മണിക്കൂർ TDM ഞാനൊരു കാര്യം പറയാം, ഒരാൾക്ക് 50 ലക്ഷം അണ്ണാ 5 മണിക്കൂർ TDM ഗ്രൈൻഡ് ചെയ്തിട്ട് எதுக்கு டிடிஎம்க்கு வெளியில வந்த உள்ள காய் இருக்கணும் 24 hours சிட்டி கேற டிடிஎம் போவா அப்படி இருக்கீங்க. ആളാണെങ്കിലാ പ്രശ്നം തോന്നും. TDM അല്ല പുറം ലോകം, മനസ്സിലായോ? നല്ല അടിയിട്ട് പോലെ അവിടെ മറ്റേ സിറ്റിസൺ എല്ലാവരും ഉണ്ട്. പക്ഷെ പുറത്തിരുന്നാ ഇവിടെ ആടുകളെ പണ്ടിട്ട് ഇതുപോലെ പുഴുത്ത് കിടക്കും, മനസ്സിലായില്ലേ? വേറെയാ ഇവന്മാരെ എപ്പോ ചെന്നാലും TDMന്റെ ഫ്രണ്ടിലുണ്ട്. TDM നമ്മള് രാത്രി 3 മണിക്ക് ചെന്നാലും അതിന്റെ ഫ്രണ്ടില്ല. 4 പേര് പറഞ്ഞു, 4 ഗ്യാങ് കൊണ്ടില്ലോ. ഒരു ഫ്രാഗ് പോലും എടുക്കാൻ പറ്റിയില്ല. എടാ നമ്മുടെ കോ-ലീഡർ വരുന്നുണ്ട്. എല്ലാരും ഒന്ന് ചില്ലാവണേ. കോ-ലീഡറിന് എന്തോ സംസാരിക്കണ്ടെന്ന് അവരോട്. ബാബു വരുന്നു. എടാ എല്ലാരും വെൽക്കം പറയണേ. ദേശക്കാരനാണ്. എന്ത് എല്ലാരും അണ്ണാന്ന് വിളിക്കണേ. ഹലോ ലൗഡ് ഇട്ടിട്ട് സംസാരിക്കടാ. നമ്മളെവിടെയാണോ അത്? അതിൽ എന്നെ ഇറങ്ങി വെടിവെച്ചത് ചന്ദ്രനാണോ? ചന്ദ്രന്റെ കൂടെ ഞാനും കോഴി ഡ്രൈവ് തമ്മിൽ പിടിച്ചില്ലേ മള്ളി? ഇല്ല, ചന്ദ്രനെ കോഴിയുടെ സ്ഥാനത്ത് മാറ്റി. ചന്ദ്ര കോഴി ഇല്ല ഗ്യാങ് മീറ്റിംഗ് വിളിക്കാം. എടാ ഈ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഉടനെ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. എല്ലാരും വരണേ. ഞാൻ കാര്യം പറയട്ടെ. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയാം. വെയിറ്റ് ചെയ്യാം. ഇവന്മാരല്ലേ സിറ്റുവേഷൻ എടുത്ത് വെയിറ്റ് ചെയ്യാം. അമ്മമാര് പൊങ്ങട്ടെ വാ ചോദിക്കാം. പറ മോബി. ഇവന്മാരില്ലേ നമ്മുടെ വില്ലുമോന്റെ പാച്ചൂസിനൊക്കെ കിഡ്നാപ്പ് ചെയ്തിട്ട് എന്തൊക്കെയോ അവളുടെ അടുത്ത് വേണ്ടാതിന് എന്തൊക്കെ പറഞ്ഞു. ആണോ? വില്ലുമോനുണ്ടോ ഇവിടെ? വില്ലുമോ ഒന്നുമില്ല. 1v4 ആയിരുന്നോ? എടാ 1v4 ആയിരുന്നോടാ ഇത്? ഒരു കാര്യം പറയട്ടെ. പറ ബാബു. മള്ളി എല്ലാരോടും ഗ്യാങ് ഡ്രസ് ഇടാൻ പറയോ? രണ്ടുപേരും ഇവിടെ ഉള്ള പുറത്തോട്ട്. എടാ ഗ്യാങ് മെമ്പേഴ്സ് എല്ലാം ഇതിടണേ. ചന്ദ്ര ഹുഡി മാറ്റിയിട്ട് ടീഷർട്ട് ഇട്ടേ വരാവേ മീറ്റിങ്ങിന്. പെട്ടെന്ന് തയ്ച്ചോ. ഓരോരുത്തരെ പൊക്കാണോ? പൊക്കുന്നതിനൊന്ന് കണ്ണയും ചെയ്തേരെ.
എനിക്ക് എടാ, ഇവിടെ ഒരു ഗ്യാങ് സിറ്റുവേഷൻ നടക്കുമല്ലേ, മെമ്പേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ വേറെ കാര്യം പറയാം, മറ്റേ കൊരങ്ങന്റെ ബുദ്ധിയുള്ളവന്മാരാ മറ്റേ സിറ്റിസൺ ഡ്രസ് ഒക്കെ ഇട്ട് വന്നു കളയും ഇവിടെ ബാക്കപ്പിനൊക്കെ. എല്ലാരും നിക്കില്ല, സ്പ്രെഡ് കുറച്ച് പുറത്തിറങ്ങിക്കോ. ഈ പുറത്തുള്ള ബ്രോ സാർ നമ്മള് പറയേണ്ട അടുത്താളെ പൊക്കല്ലേ സാറേ? എടാ കണ്ണേ Ghost decision. ചന്ദ്രന്റെ ഏതോ അക്കൗണ്ട് കേട്ടോ. കൈപ്പൊക്കട പുളുത്തി ഇനി കുറച്ച് അവന്റെ സാധനമൊക്കെ അങ്ങോട്ട്. നിന്റെ പേരെന്താ? വാ പറഞ്ഞേ നിന്റെ പേരെന്ന് പറഞ്ഞേ. ഷാഡോ. ഓ ഷാഡോ. ഇവിടെ എന്താ നിനക്ക് വഴി കാണുന്നവരെല്ലാം നീ അങ്ങ് പിടിച്ചു പറിക്കോ? നീ ആരുടെ ഗുണ്ട എവിടുത്തെ അടിച്ചിന്റെ മോന്തേ പറിക്കും കേട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ വഴി കാണുന്നവരെല്ലാം കൈയിട്ട് പറിക്കാതിരിക്കുന്നത്. വേണമെങ്കിൽ പോയി പണിയെടുത്ത് ജീവിക്കടാ. റോബിയാ നടക്കണവനൊക്കെ വഴി കാണുന്നവരെ. പന്ന കടയാടി അവന്റെ റോബിങ് അവന്റെ. ബ്രോ അടിക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടിയില്ല. ഒരു പാട്ട് പാടിയല്ലോ അതൊന്നും പാടിക്കാ. ഞാനാ പേടിച്ചു വരുന്ന ആ പാട്ട് കേട്ട്. വില്ലുമ വന്നോടാ. ഡ്രസ്സപ്പ് വന്നേ. മിസ്റ്റർ ചന്ദ്രൻ, എടാ നീ പാട്ടൊന്ന് പാടി. നീ പാട്ട് പാടി. ആ പാട്ട് പാടി. കള്ളന്മാരെല്ലാരും ഇവിടെ ഉണ്ടല്ലോ. വില്ലുമോനെ നിനക്കെന്തോ ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ. ഒന്ന് ചോദിച്ചു ഞാൻ അടുത്ത്. സിറ്റുവേഷൻ നടക്കുമല്ലേ, ഇവിടെ വന്നിരിക്കേ. ഇത് കള്ളന്മാരാണ്. ഇത് ഷാഡോ ആണ്. ഇതിന് കരടി ഉണ്ടായിരുന്നല്ലോ. കരടി താഴെ കിടക്കണം. ഞാൻ കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും. എടാ വീണ്ടും അടിക്കല്ലേ. ഗ്യാങ് സസ്പെൻഷൻ അല്ല മറ്റേ കൂൾ ഡൗൺ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടാ എവിടെ പോണേ? നിനക്കെന്താ ഫിയർ ഇല്ലേ? അല്ല പിന്നെ നിന്റെ കൂട്ടത്തിൽ ഒരുത്തനെ അവിടെ കൈപൊക്കി നിർത്തിയേക്കുന്ന കാണുമ്പോൾ നീ ഇറങ്ങി ഓടും. ഓക്കെ ഇവിടെ നിന്നു. നിന്റെ പേരെന്തോ? കൈവക്കടാ പാട്ട് പാടിയില്ലേ നീല? രണ്ടുപേരും ഉള്ളായിരുന്നോടാ? ഒരുത്തനുണ്ടല്ലോ. ഒരുത്തനോട് പൊക്കി. കൂൾ ഡൗൺ തീർന്നു ബ്രോ. അല്ലല്ലോ ഇവിടുത്തെ അനൗൺസ്മെന്റ് ഇടുന്നേ. ഇങ്ങനെ പറഞ്ഞു തരും നീ നൈസായിട്ട്. എന്നിട്ട് ഞങ്ങൾ അടിക്കുമ്പോ അയ്യോ അവന് ബാൻ കിട്ടി സുഖം. കമന്റ് കണ്ടിട്ടാണ് ബാൻ അടിച്ചത്. ഞാനാണോ? എന്റെ പേര് സിപ്പിളു. ബ്രോ സിറ്റുവേഷൻ ആണ് ബ്രോ. വേറെ ഡ്രസ് മാറണേ പ്ലീസ്. നീ കൈ വെച്ചു. കൊരങ്ങനെ വരടാ. രണ്ടെണ്ണൂടെ നിന്നോ. എടാ അവനെ പൊക്കല്ലേ, അവനെ കുറച്ച് അഭിനയിക്കണ്ടടാ മോനെ. കൈ വെക്ക്. നീ വെറുതെ ചുമ്മാ ഇരുന്ന് പുഴുക്കാതെ. മാറ്റിട്ടോ. ആരടി ഇവൻ? பயம் இருக்கா இல்லையா? 10 பாயிண்ட் இருக்கா? நான் என்ன மாதிரி இல்ல. நான் எங்கடா கை தூக்கினேன்? அப்ப நான் கை தூக்கினது நீ பாத்தியா? இல்ல அப்புறம் பின்ன நீ தானடா சொல்ற. ஏண்டா புளுத்தி வாய்ஸ்லாம் இங்க ரைஸ் பண்ண கூடாது. என்னவோ வாய்ஸ்லாம் இங்க ரைஸ் பண்ற கூடாதுடா. புளுத்தி தம்பி யார்ட்ட பேசுறேன்னு தெரிஞ்சுட்டு பேசு. பிங்க் மண்டா கை தூக்குற டேய். ഇല്ല ഭയങ്കര കോണ ഇവിടെ അല്ലല്ല വെടിവെക്ക. അല്ല ഇവന്മാർക്കാരുടെ കൂൾ ഡൗൺ ആണെന്ന് ഇവന്മാർക്ക്. അവരല്ലേ ഫെയർ ചെയ്തേ. അതെ നമുക്ക് ഇതെല്ലാം വലിച്ചു വെച്ച് തലേ വെക്കണ്ട. ഇനി അടിച്ചു കൊല്ലണ്ട. ഒന്നും ഇവിടെ അടുത്തനെ കൊന്നു ഇവിടെ. അവൻ എടുത്ത് വായില വെച്ചിട്ടുണ്ട്. ഇതാരാ കൈ വെക്കിക്കണേ? ഇനി നമുക്കൊന്നും അറിയത്തില്ല. ചന്ദ്രന്റെ സാധനമൊക്കെ എടുത്ത് ഗ്യാങ് ഹൗസിൽ നിന്ന് പോവാണെന്ന് തോന്നുന്നു കേട്ടാ. ഞാൻ ഗ്യാങ് ഹൗസിൽ ചെന്നപ്പോഴേ ലോറിയിലും പാട്ട് കിടക്കുന്ന സാധനമൊക്കെ കയറ്റി പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഗ്യാങ് ഹൗസിൽ നിന്ന് വീട് മാറി പോവാൻ തോന്നുന്നത്. എടാ ചന്ദ്ര എവിടെടാ? ഇവിടെ സിറ്റുവേഷൻ നടക്കണടാ. നീ എവിടെയാ?
ഞാൻ ഇവിടെ ഗ്യാങ് ഹൗസിൽ കയറി ഡ്രസ് ഞാൻ തച്ചു വെച്ചോണ്ടിരിക്കണെന്ന്. ഇവിടെ സിറ്റുവേഷൻ ആണ്, ഇങ്ങോട്ട് വാ. ഗ്യാങ് ഹൗസിൽ താമസിക്കാൻ കേട്ടോ. നീ എല്ലാം എടുത്തോണ്ട് പോണമെന്നില്ല. കഴിഞ്ഞില്ലെന്നോ ഒരു മിനിറ്റ് ഇവിടെ ഞാൻ കണ്ട് നീ ഡ്രസ്സും പെട്ടിയൊക്കെ ഇല്ല ബ്രോ ഞാൻ പാടിയിട്ടില്ല. ഞാൻ നീയാണ് ലോറി വണ്ടി ഉമ്മനെ പറഞ്ഞടാ. ദില്ലി നീയാണോ പാടി ദില്ലി വേറെ ആരാ ദില്ലി പാടിയപ്പോ അതിന്റെ ഇടയിലോട്ടങ്ങ് നിന്നോ. ഗ്രൂപ്പ് സോങ് പാടിയ സിറ്റിയില് ഭയങ്കര പിടിച്ചുപറിയാണെന്ന് പറഞ്ഞല്ലോ ബ്രോ. നിങ്ങൾ കുറച്ചുപേര് നിങ്ങളുടെ ആൾക്കാർ ഭയങ്കര പിടിച്ചുപറിയെന്ന് എല്ലാരെയും പോയി പിടിച്ചുപറിച്ച് പണിയെടുത്ത് ജീവിക്കാൻ അറിഞ്ഞൂടെ? ബ്രോ പിടിച്ചറിയാൻ വേണ്ടി വന്നല്ല ബ്രോ, റോബറി അടിക്കാൻ വേണ്ടി റോബറി ട്രിഗർ ചെയ്തിട്ട് ഹോസ്റ്റ് അടിക്കാൻ വേണ്ടി വന്നാണ്. നിങ്ങളന്ന് അറിഞ്ഞിട്ടല്ല അല്ല, അതാ പറഞ്ഞത്. വണ്ടിയെ കണ്ടു. അതാ പറഞ്ഞത്, പിടിച്ചുപറിച്ച് പണിയെടുത്ത് ജീവിച്ചൂടെ? അല്ല ബ്രോ റോബറി ഹോസ്റ്റ് ചെയ്യണ്ടായിരുന്നു. നല്ല കുടുംബത്തിൽ പറഞ്ഞതല്ലേ, പണിയെടുത്ത് ജീവിച്ചൂടെ? അല്ല ബ്രോ ഇപ്പൊ റോബറി അടിക്കുന്ന ഒരു ഹോസ്റ്റ് ചെയ്യണ്ടേ ഇപ്പൊ നമുക്ക്. റോബറി പിടിച്ചുപറിയെന്ന് പറഞ്ഞാൽ അത് ഒന്ന് അറിഞ്ഞൂടെ? അത് പണിയെടുത്ത് ജീവിച്ചൂടെ എന്നാ ചോദിച്ചത്. ബ്രോ എല്ലാരും മറ്റേ പണിയെടുത്ത് ജീവിക്കണമെന്നില്ലല്ലോ ബ്രോ. അയ്യോ അതുകൊണ്ടാ അങ്ങനെ പണിയെടുത്ത് ഇപ്പൊ നിനക്ക് മോണ നിർത്തി 2 കിട്ടിയത് ഈ പണിയെടുത്ത് ജീവിക്കാത്തതിന്റെയാ. നല്ല കിട്ടും ഇതുപോലെ ആമ്പിള്ളാരെടുത്ത് പിടിച്ചു പറിക്കാൻ ചെന്നാ ഇങ്ങനെ കിട്ടും. അതാ പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നിനക്ക് പിടിച്ചു പറിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തല്ല് കിട്ടി ഇങ്ങനെ കയ്യും പൊക്കി നിൽക്കേണ്ടി വരും പിള്ളേരടുത്ത് പിടിച്ചു പറിക്കാൻ ചെല്ലുമ്പോ. അതാ പ്രശ്നം. പണിയെടുത്ത് ജീവിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അതാണ് വ്യത്യാസം ഞാൻ പറഞ്ഞതിന്റെ. അതായത് അതാ പറഞ്ഞ പണിയെടുത്താ പോരായിരുന്നു എന്ന്. ഓക്കെ ഓക്കെ എന്തൊരു ഓക്കെ ബ്രോ. ബ്രോ ആ പാട്ട് പാടിയ ആളുടെ പേര് ആ പാട്ട് പാടിയായിരുന്നു. ദില്ലി നീ ഒരു പാട്ട് എന്തോ സംഭവം ജയിച്ചെന്നുള്ള രീതിയിലായിരുന്നു ആ പാട്ട് പാടിയേ. അങ്ങ് അടിച്ചുറക്കുന്നുള്ള രീതിയിലായിരുന്നു. ബ്രോ ആരെ പാട്ട് പാടി നടത്തോട്ടോ എനിക്കറിയാം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ഞങ്ങൾക്ക് ദില്ലി അങ്ങോട്ട് പാട്ട് പാടിയാണ്. ദില്ലി ഒരു പാട്ടൊക്കെ പാടി ഒരു പടം വെച്ച് വിടാന് അപ്പൊ ഓർമ്മ വരുവാന്. എടാ അതായത് അവൻ വെടിവെച്ചിട്ട് അവനൊക്കെ പാട്ട് പാടി കളി ജയിച്ചു എന്നുള്ള രീതിയിൽ മനസ്സിലായി. പാട്ട് പാടറതില്ലേ നീ പാട്ട്? നീ അന്നേരം പാടിയ പാട്ട് പാടിയത്. നീ അന്നേരം പാടിയ പാട്ട് നീ എന്നാലും പാടിയിട്ട് പോയത്. അപ്പൊ ആരാ പാടിയതാരാ? അപ്പൊ ആരാ? 3 പേർക്കും ബുദ്ധിമുട്ടാണ്. തകർത്താളം അറിയില്ല പാട്ടറിയില്ല. പാടി പാടി നീ പഠിച്ചിട്ട് അത് നീകനാടാ. അത് ഇത് ഞാൻ ഒരു കാര്യം പറയാം. ഇത് നീകൻ താഴെ കിടക്കുന്ന ചന്ദ്രൻ. ആ തലയിൽ വെക്കുമ്പോ നിന്റെ ആ മുടി ഒന്ന് മറച്ചിട്ട് വരണ്ടായിരുന്നോടാ നീക? ഇത് നീകാണെന്നെ പറഞ്ഞ ചന്ദ്രന്റെ ഡ്രസ് ഇട്ട് ചന്ദ്രൻ ഇവിടെ ഉണ്ടായിരുന്നോ? എടാ ബാബു ഇത് കണ്ടോ? ഇവിടെ ഇത് കണ്ടോ? ഞാനും ഈ ഡ്രസ്സായില്ലേ? ചന്ദ്രൻ പട്ടി പുറകിന്ന് കുത്താ പൊട്ടിക്കുന്നതാണ്. ഇത് ചന്ദ്രൻ തന്നെയാണ്, എനിക്ക് ഉറപ്പാണ്. ഇത് ചന്ദ്രൻ തന്നെ. 25 മിനിറ്റ് കഴിഞ്ഞാൽ കൂൾ ഡൗൺ മാറും. എടാ വേണ്ട അവന്മാര് പറഞ്ഞോട് വലിയതാണ് അവന്. പാട്ട് പാടിയാരാ? പേര് പറഞ്ഞാൽ മതി. പറഞ്ഞോട് പാട്ട് പാടി സിവിലിയൻ ആണോ? എടാ നിങ്ങൾ ആരും പാടിയതാണോ? അല്ല ബ്രോ ഇവിടെ അകത്ത് വല്ല കയറാറുണ്ടെങ്കിൽ ഞാൻ പാടി. കൂൾ ഡൗൺ കഴിഞ്ഞാൽ ഇവന്മാരെ വീണ്ടും അടിക്കും, ഒരു സംശയമില്ല. കൂൾ ഡൗൺ കഴിഞ്ഞാൽ ഇനി അടിക്കും ഇവന്മാരെ എത്ര വട്ടം കിട്ടും അത്രയും വട്ടം അടിക്കും, ഒരു സംശയമില്ല അതിലൊരു സംശയമില്ല. കൂൾ ഡൗൺ ഒന്ന് കഴിയാൻ വേണ്ടി നോക്കിയിരിക്കുക. ഞാൻ പോയി എടുക്കുമല്ലോ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ഞാൻ പോയി എടുക്കും. നേരെ വീണ്ടും അടിക്കും. ഇനി അഥവാ നമ്മൾ തോക്കുവാണെങ്കിൽ വീണ്ടും അത് കഴിഞ്ഞ് കൂൾ ഡൗൺ കഴിഞ്ഞ് വീണ്ടും പോയി ഞാൻ അടുത്ത സിറ്റുവേഷൻ വീണ്ടും എടുക്കും. ഇവന്മാരെ തല്ലാൻ വേണ്ടി മാത്രം ഞാൻ എന്റെ വീക്കിലി അതങ്ങ് മാറ്റി വെക്കും. ആ 3 എണ്ണം. ഇനി നീയൊക്കെ കട്ട് ചെയ്ത് ഏത് വീഡിയോ ഒക്കെ ഇട്ടാലും എനിക്ക് കുഴപ്പമില്ല. ഇവന്മാരെ തല്ലാൻ എത്ര വട്ടം പറ്റുമോ അത്ര വട്ടം അടിക്കും. നിന്റെ മറ്റേ കോഹ്ലിയുടെ അനൗൺസ്മെന്റ് ചെയ്തോണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഈ കൊരങ്ങന്മാരെ നമ്മള് ഫ്ലോലെസ് അടിച്ച് വിട്ടതാ. ഇപ്പൊ ഇവന്മാര് വന്നിട്ട് ഇവിടെ പിടിച്ചു പറിക്കാൻ പറ്റും ബാബു. അതായത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ, നമ്മുടെ ഇൻവെന്ററി കിടക്കുന്ന പൈസ പിടിച്ചു പറിക്കാൻ പറ്റും ഇവിടെ.
ചില്ലറ അല്ല കേട്ടാ. അല്ല, ഇതൊന്നും അറിയില്ല, അതാണ് പറ്റുമെന്നൊക്കെ. അപ്പൊ ഇവന്മാര് പിടിച്ചു പറിക്കാൻ വന്നത് നമ്മുടെ അടുത്തായി പോയി. അപ്പൊ പിടിച്ചു പറിക്കാൻ വന്നമാരെ വായിലൊരു പറി വെച്ചിട്ട് കൊടുക്കാം. അതെ 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 അതെ. ഈ കുരങ്ങന്മാരൊക്കെ കണ്ടില്ലേ, നമ്മൾ ഈ ഊട്ടി കൊടൈക്കനാലൊക്കെ ഇത് ട്രിപ്പ് പോകുമ്പോ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചു പറിക്കുന്ന കണ്ടിട്ടില്ലേ? സെയിം അത് തന്നെ. കോംപ്ലിമെന്റ് ആക്കി കേട്ടോ. കൊരങ്ങനെ വല്ല പഴം കണ്ടവന്റെ കയ്യിലെ സാമാനം കുത്തിരിക്കേ. ചന്ദ്ര ഗ്യാങ് ഡ്രസ് ഇട്ടിട്ട് വരണേടാ. അത് കഴിഞ്ഞല്ലോ. എടാ മെമ്പേഴ്സ് അണ്ണാന്ന് വിളിക്കണേ, അണ്ണാന്ന് വിളിക്കണേ, അണ്ണാന്ന് വിളിക്കണേ അവനെ. ബാബുവിനെ പ്ലീസ്. ഫുഡ് വേണ്ട, ഫുഡ് വേണ്ട. അതാ പറഞ്ഞു ഡ്രസ് ഗ്യാങ് ഡ്രസ്. അല്ല നിന്നെ കോഹ്ലിയുടെ പുറത്താക്കിയടാ. അപ്പൊ പിന്നെ ഫുഡിനുള്ള റൈറ്റ് ഇല്ല. അപ്പൊ നീ ടീഷർട്ട് ഇട്, ടീഷർട്ട്. ഇവരെ കൂൾഡൗൺ കഴിഞ്ഞിട്ടാ നമ്മളായിട്ട്. കഴിഞ്ഞോ? കഴിഞ്ഞു. ഒരു മിനിറ്റ്, ഒരു തന്നെ കൊല്ലട്ടെ പറ്റിയ. കൂൾ ഡൗൺ കഴിഞ്ഞ് ഉറപ്പാണ്? നീ ഉറപ്പിച്ചിട്ട് നമ്പർ വേണ്ടേ? ടീഷർട്ടിന്റെ നമ്പർ ആയാലും പറഞ്ഞോടാ. ചന്ദ്രു 1308 1308. ഓൾഡ് SRR is different. എടാ ഡിഫറന്റിന്റെ സ്പെല്ലിംഗ് DFREND അല്ല. ഇതെന്താ ഡിഫറന്റാ? ഡിഫറന്റ് ആരുടെ അമ്മാരുടെ വണ്ടിയോ? അടിക്കല 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 അടിക്കല. അത് 9, 10, 11 അത് 12:45 AM ഇട്ടേക്കുന്നേ. അകത്തോട്ട് വരുന്നു വീണ്ടും. ഇപ്പൊ 9-ാം തീയതി ഈ സമയത്താണ് ഇട്ടിരുന്നെങ്കിൽ നാളെ വെളുപ്പിന് കഴിയത്തുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞു. ഓൾഡ് SRR ഡിഫൻഡർ ഒന്ന്. ഡിഫൻഡറാ? ഇറങ്ങി ഓടട്ടെ, ഇറങ്ങി ഓടട്ടെ. ഒരുത്തനെ എപ്പോഴുണ്ട് ഈ മാർക്കിലുണ്ട്. അവന് വിടറ, അവന്റെ പുറകെ പോകണ്ട. അവന്റെ പണി നോക്കി പോട്ടറാ. എന്തിനാ പുറകെ പോകണം? അവന്റെ പണി നോക്കി പോട്ടെ. കോഹ്ലിയുടെ തുറന്നോടാ. അതെന്ത് ഷോട്ടാണ് അത്? എന്താ നമ്മുടെ കോഹ്ലിയുടെ നമ്മുടെ ഇത്ര ഈഗോ പിടിച്ച കളിക്കണ്ട നമ്മുടെ അകത്ത്. അതെ 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 അതെ. എടാ നമ്മുടെ കോഹ്ലിയുടെ മാത്രം റെസ്റ്റ് ചെയ്തേ. കോഹ്ലിയുടെ മാത്രം. കോഹ്ലിയുടെ അമ്മാരെ രണ്ടിനെ ഞാൻ കൊന്നു തള്ളിയിട്ടുണ്ട്. മെമ്പേഴ്സിന് കിക്കും ചെയ്തു. ഇത്ര ഗീഗോ പാടില്ലേ, ഇത്ര ഗീഗോ പാടില്ലേ മാർക്കൊന്നും. സത്യം മാർക്കടേക്ക് ഈഗോ. ഞാൻ സത്യം പറയല്ലേ, എനിക്ക് മുള്ളി ഇപ്പൊ കോഹ്ലിയാക്കിന്ന് പറഞ്ഞ എനിക്ക് ചന്ദ്രു എന്റെ പഴയ ചന്ദ്രു തന്നെയാണ്. എനിക്ക് ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇവ എന്നോട് കുറെ ഓമ്പിത്തരം കാണിച്ചിട്ടുണ്ട് മുള്ളി. അത് ഞാൻ മറക്കൂല. ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും കേൾക്കണം. അഡ്വർടൈസ്മെന്റ് ആപ്പ് എടുത്ത് നോക്കി. കണ്ടാ ആരി അവനെ പണ്ണട്ടോ, പണ്ണട്ടോ. എടാ ഇതൊക്കെ മറ്റേ കൊച്ചു പിള്ളേരെ പോലെ കാണിക്കുന്നവന്മാരാടാ. ഗ്യാങ് വണ്ടി റോഡിൽ കിടക്കുന്ന വണ്ടി കത്തിക്കുക. അയ്യടാ ഇവനൊന്നും മൈൻഡ് ചെയ്യില്ല. ഇവനൊക്കെ ഇഗ്നോർ ചെയ്യടാ തീട്ടത്തിനെയൊക്കെ. ഇവനൊന്നും പൊക്കാനുള്ള സമയം പോലും കളയല്ലേ. തീട്ട കൊച്ചു പിള്ളേര് മറ്റേ കരയുന്ന പോലെ കരയണമാണ്.